നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കാമെന്ന് CPM പോളിറ്റ് ബ്യൂറോയിൽ സീതാറാം യെച്ചൂരി. നേതൃമാറ്റവും MA ബേബിയുടെ രാജിക്കാര്യവും PB ചർച്ച ചെയ്തില്ല. നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് VS അച്യുതാനന്ദൻ. കുവൈറ്റിലെ കഫ്റ്റീരിയകൾ റമലാനിൽ അർദ്ധരാത്രിക്ക് ശേഷവും പ്രവർത്തിക്കും. ഇളവ് പ്രഖ്യാപിച്ചത് ആഭ്യന്തരമന്ത്രി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പുകളിൽ പെട്രോൾ ക്ഷാമം മധ്യകേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പമ്പുകളിൽ കൊച്ചിൻ റിഫൈനറി അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി അടച്ചിട്ടു. ഡീസൽ ക്ഷാമത്തിനും സാധ്യത. സർക്കാർ ഗ്രാന്റിനായി മുക്കത്തെ അനാഥാലയം വ്യാജരേഖകളുണ്ടാക്കി. ജാർഖണ്ഡ് സ്വദേശികളെ മലയാളികളാക്കി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു. ഉത്തരവാദികൾ സാമൂഹ്യക്ഷേമ വകുപ്പെന്ന അനാഥാലയ അധികൃതർ. കുട്ടികളെ കേരളത്തിലെത്തിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ജാർഖണ്ഡിൽ നിന്നുള്ള കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. കുവൈറ്റിൽ കഫ്റ്റീരിയകൾ അർദ്ധരാത്രിക്ക് മുമ്പ് അടക്കണമെന്ന നിയമം റമലാനിൽ മരവിപ്പിക്കും. നടപടി അത്താഴത്തിനായി ജനങ്ങൾ പ്രയാസപ്പെടും എന്നുള്ളതിനാൽ ആഭ്യന്തരമന്ത്രിയാണ് ഈ ഇളവ് പ്രഖ്യാപിച്ചത്. സ്വദേശി താമസ മേഖലകളിലെ ഭക്ഷണശാലകൾ അർദ്ധരാത്രി കഴിഞ്ഞാൽ അടക്കണമെന്ന് 2 ദിവസം മുമ്പ് പൊതുസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഉത്തരവിട്ടിരുന്നു. എന്നാൽ റമദാനിൽ ഈ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന വിമർശനം ശക്തമായതോടെയാണ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ഖാലിദ് അൽ സുബാഹ് ഇടപെട്ടിരിക്കുന്നത്. വ്രതമാസത്തിൽ പാതിരാത്രിയോടെ ഭക്ഷ്യശാലകൾ അടച്ചാൽ അത്താഴത്തിനായി ജനങ്ങൾ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇതൊഴിവാക്കാൻ റമദാനിൽ നിയമം ബാധകമാക്കണ്ട എന്ന നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിസഭ പാസാക്കിയ നിയമമായിരുന്നു പൊതുസുരക്ഷാ മേധാവിയായി ചുമതലയേറ്റയുടൻ മുൻ ട്രാഫിക് മേധാവി അബ്ദുൽ ഫത്താഹ് അലി കർശനമാക്കിയത്. ഗതാഗത വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നപ്പോൾ റിംഗ് റോഡുകളിൽ ഇദ്ദേഹം നടപ്പാക്കിയ വേഗപരിധി പരിഷ്കരണവും എതിർപ്പുകളെ തുടർന്ന് മരവിപ്പിച്ചിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈറ്റിലെ ലുലു ഹൈപ്പർ ശാഖകളിൽ ഫിലിപ്പൈൻസ് ആൻഡ് ഫാർ ഈസ്റ്റ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ദദീദ് ഷോറൂമിൽ ഫിലിപ്പൈൻസ് സ്ഥാനപതി ലംബാർദോ വി മൊൻസാൻഡോ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ലേബർ അറ്റാഷെ സീസർ ഷാവേസ് വെൽഫെയർ ഓഫീസർ നരുലിത ലുക്തു, ലുലു മാനേജ്മെന്റ് ടീം എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഫിലിപ്പൈൻസ്, ചൈന, വിയറ്റ്നാം, കൊറിയ, മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കെത്തിയത്. ഫെസ്റ്റിവൽ ജൂൺ 14 സമാപിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിൽ എംബസി ഓഡിറ്റോറിയത്തിന്റെ വാടക 100 ദിനാർ ആക്കിയതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. എംബസിയിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ 250 ദിനാർ വാടകയ്ക്ക് എംബസി ഓഡിറ്റോറിയം അനുവദിക്കണമെന്ന് തുടക്കത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ പാർക്കിംഗ് പ്രശ്നവും മറ്റും കണക്കിലെടുത്ത് സംഘടനകൾ ഇക്കാര്യത്തിൽ വലിയ താൽപര്യമെടുത്തിരുന്നില്ല. ഇതിനിടയിലാണ് വാടക 100 ദിനാറാക്കി കുറച്ചതായി എംബസി പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ സംഗീത കലാസഭകൾ ചുവടുപിടിച്ച് കുവൈത്തിൽ പ്രവർത്തിക്കുന്ന സഭ ക്ലാസിക്കൽ കലാസന്ധ്യ സംഘടിപ്പിച്ചു. ഗ്രീഷ്മം എന്ന പേരിൽ സാൽമിയ കമ്മ്യൂണിറ്റി സ്കൂളിൽ അരങ്ങേറിയ പരിപാടിയിൽ പിന്നണി ഗായിക സിന്ധു രമേശ് അവതരിപ്പിച്ച സംഗീത കച്ചേരി, തിരുവിഴ ഉല്ലാസിന്റെ വയലിൻ കച്ചേരി, ശുഭ രാജേഷ് അയ്യർ അവതരിപ്പിച്ച ഭരതനാട്യം എന്നീ കലാരൂപങ്ങൾ ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര രക്തദാന ദിനത്തോടനുബന്ധിച്ച് അബുദാബി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ സോഷ്യൽ ഫോറം അബുദാബി രക്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. രവി മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 145ഓളം പേർ രക്തദാനം നിർവഹിച്ചു. അന്താരാഷ്ട്ര രക്തദാന ദിനത്തോടനുബന്ധിച്ച് അബുദാബി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ സോഷ്യൽ ഫോറം അബുദാബി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ മലയാളി സമാജം പ്രസിഡന്റും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ രവി മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുസഫ ഷാബിയ പത്തിലുള്ള അൽനൂർ ആശുപത്രിക്ക് സമീപത്തായിരുന്നു ക്യാമ്പ് നടന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് 4 മണി വരെ നീണ്ടു. സോഷ്യൽ ഫോറം പ്രവർത്തകരും ഭാരവാഹികളും ഉൾപ്പെടെ 145ഓളം പേർ രക്തദാനം നിർവഹിച്ചു. വനിതകളുടെ പ്രാതിനിധ്യം ശ്രദ്ധേയമായിരുന്നു. സ്വദേശികളും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും കടുത്ത ചൂടിനെ അവഗണിച്ച് മലയാളികളുടെ ഈ സംരംഭത്തിൽ സ്വമേധയാ പങ്കെടുക്കുവാനെത്തിയത് ശ്രദ്ധേയമായി. സോഷ്യൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ മനോജ് പുഷ്കർ, സെക്രട്ടറി നിസാറുദ്ദീൻ, ഷാനവാസ് കടയ്ക്കൽ, അബ്ദുൽ അസീസ് മൊയ്തീൻ, അനൂപ് നമ്പ്യാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മീഡിയ 1, അബുദാബി. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കുവൈത്ത് വെളിച്ചം സംഘം സംഘടിപ്പിച്ചു. മസ്ജിദുൽ കബീർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ MS മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സാബിക് പുള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. ICC പ്രസിഡന്റ് മുഹമ്മദ് അരിപ്ര അധ്യക്ഷനായിരുന്നു. VA മൊയ്തുണ്ണി, മുഹമ്മദ് റഫീഖ് കൊയിലാണ്ടി, CK അബ്ദുൽ ലത്തീഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നാടൻ രുചികളുടെ മേളയൊരുക്കി ദുബൈയിലെ നടുമുറ്റം റെസ്റ്റോറന്റ് ശ്രദ്ധ പിടിച്ചുപറ്റി. പാള, ചട്ടി, ചിരട്ട എന്നിവയിലാണ് ഇവിടെ വേറിട്ട ഭക്ഷ്യവിഭവങ്ങൾ വിളമ്പുന്നത്. ജൂൺ മാസം 14 വരെ ഈ മേള നീണ്ടു നിൽക്കുമെന്ന് നടുമുറ്റം റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ തൃശൂർ സ്വദേശി വിവേക് ജോജി വെള്ളാനിക്കാരൻ പറഞ്ഞു.
ദുബായ് സ്പോർട്സ് വേൾഡിൽ ബോക്സിംഗ് പാഠങ്ങൾ പകർന്നു നൽകി ഗിന്നസ് ലോക റെക്കോർഡിടാൻ പ്രശസ്ത ബോക്സിംഗ് താരം ഡേവിഡ് ഹേ ഒരുങ്ങുന്നു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ദുബായ് സ്പോർട്സ് വേൾഡിനോടനുബന്ധിച്ച് ജൂൺ 21 ബോക്സിംഗ് പരിശീലന യജ്ഞം നടക്കുക. ഗിന്നസ് നേട്ടത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനവും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. സന്ദർശകരിൽ നിന്ന് കുറഞ്ഞത് 30 ദിർഹം സംഭാവനയായി സ്വീകരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന തുക ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയുടെ പ്രവർത്തനത്തിന് നൽകും. ദുബൈയിലെ ജനങ്ങൾ പരിപാടിയോട് സഹകരിക്കണമെന്ന് ഡേവിഡ് ഹേ അഭ്യർത്ഥിച്ചു. ആനക്കൊമ്പുകളുമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ രാജ്യാന്തര അതിർത്തി കടക്കുന്നത് വന്യമൃഗ സംരക്ഷണ നിയമം തടയുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ യാത്രക്കാരെ ബോധവൽക്കരിക്കുന്നതിന് ടെർമിനൽ 1-ലും 3-ലും 28 ഇലക്ട്രോണിക് സ്ക്രീനുകൾ പ്രദർശിപ്പിക്കും. ഇംഗ്ലീഷ്, അറബി, ചൈനീസ് ഭാഷകളിൽ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ജൂൺ അവസാനം വരെ തുടരും. തുടർച്ചയായ 2ാം വർഷമാണ് അധികൃതർ ഈ സന്ദേശം. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ എന്തു മാറ്റമാണ് നമുക്കുള്ളതെന്ന് ഒരു ചോദ്യമാണ്. എന്നാൽ പരിസ്ഥിതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും തീരുമാനിച്ചിറങ്ങിയ ഒരു കൂട്ടുകാരിയെ ഇനി പരിചയപ്പെടാം. UAE സർക്കാരിന്റെ പരിസ്ഥിതി ദിന മത്സരത്തിലെ അവാർഡ് ജേതാവ് കൂടിയാണിവർ. ഓരോ വർഷവും പരിസ്ഥിതി ദിനം കടന്നുപോകുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നാമെന്തു ചെയ്തുവെന്നത് ഒരു ചോദ്യമാണ്. എന്നാൽ ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ അബുദാബി എൻവയോൺമെന്റ് അതോറിറ്റിയുടെ അവാർഡ് കരസ്ഥമാക്കിയ അഫ്രീന എന്ന കൂട്ടുകാരി മലയാളികൾക്ക് തന്നെ അഭിമാനമാവുകയാണ്. UAE KG മുതൽ കോളേജ് തലം വരെയുള്ള 2000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിസ്ഥിതി സംബന്ധ കഥാരചനയിലാണ് അഫ്രീൻ അഷ്റഫ് 3ാം സ്ഥാനത്തെത്തി അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിന്റെ പ്രമേയം ഭക്ഷണം നശിപ്പിക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു. ഇതിലാണ് മലയാളിയും 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അഫ്രീന ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. Story is about 2 boys named Khalid and Walid. They were so curious to know about whatever they saw, and they wanted to know more and more about it. Once, while they were returning from school, they saw some children who were malnourished, and they were fighting over a piece of bread. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രചോദനം തന്റെ മാതാപിതാക്കളും ടീച്ചർമാരും പകർന്നു നൽകിയ അറിവാണെന്ന് ഇവൾ പറയുന്നു. As the theme of United Nations environmental programs was about food waste, I decided to write a short story and participate in the activity to convey the message of not to waste food to all the people. ദുബായ് സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിനിയും കണ്ണൂർ തലശ്ശേരി അഷ്റഫിന്റെയും മുബീനയുടെയും മകളാണ് അഫ്രീൻ. പുതിയ തലമുറയെ ഭാവിയിലെ പരിസ്ഥിതി അംബാസിഡർമാരാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് അബുദാബി എൻവയോൺമെന്റ് ഏജൻസി പരിസ്ഥിതി മത്സരം സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതിയില്ലെങ്കിൽ നാമില്ലെന്ന സന്ദേശം എല്ലാവർക്കും ഒരു പാഠമാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. സ്വർണ്ണവിലയിൽ ഇനിയും ഇടിവിന് സാധ്യതയുണ്ടെന്ന് സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖൻ ജോയ് ആലുക്കാസ് അഭിപ്രായപ്പെട്ടു. സ്വർണ്ണത്തിന് വില കുറയുന്നത് വിപണിയെ കൂടുതൽ സജീവമാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകുന്ന പ്രവചനം ശരിയാണ്. ഈ അവസരം മുതലെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് സ്വർണം വാങ്ങാനാണ് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ജോയ് ആലുക്കാസ് മസ്കത്തിൽ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. This is good price. Compared to last year, gold price was 1,922 per ounce. Now 1,200, that much reduced. ജോയ് ആൽക്കാസ് ഗ്രൂപ്പിന്റെ ഒമാനിലെ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിനെത്തിയ ബ്രാൻഡ് അംബാസഡർ സിനിമാ താരം അല്ലു അർജുനും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ജോയ് ആലുക്കാസും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നല്ല അവസരങ്ങൾ തേടി വന്നാൽ മലയാള സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അല്ലു അർജുൻ പറഞ്ഞു. പുതിയ സിനിമ ഒരേ സമയം മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ പുറത്തിറക്കാനാണ് പദ്ധതി. ജോയ് ആലുക്കാസിന്റെ സൊഹാർ സൂക്ക് ഷോറൂം, മസ്കത്ത് സിറ്റി സെന്ററിലെ നവീകരിച്ച ഷോറൂം, റുവിയിൽ ജോളി സിൽക്സ് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്ത പഴയ ജോയ് ആലുക്കാസ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം അല്ലു അർജുൻ നിർവഹിച്ചു. ഗോൾഡൻ കാർണിവൽ സമ്മാന പദ്ധതിക്കും തുടക്കമായി. മീഡിയ 1, മസ്കത്ത്. വാർത്തകളെ തിരിച്ചുവരാം. ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതൃനിരയിൽ ഉടലെടുത്ത ഭിന്നത പാർട്ടിയുടെ പാർലമെന്ററി കാര്യ സമിതി യോഗത്തിൽ മറനീക്കി. പാർട്ടി സ്ഥാപക നേതാവ് മനീഷ് സിസോദിയ യോഗേന്ദ്ര യാദവിന് അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. മറ്റൊരു നേതാവ് നവീൻ ജയ് ഹിന്ദുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്ത് പാർട്ടിയെ അപമാനിച്ചുവെന്നും അരവിന്ദ് കെജ്രിവാളിനെ വ്യക്തിപരമായ തർക്കങ്ങളിലേക്ക് വലിച്ചിഴച്ചുവെന്നും കത്തിൽ സിസോദിയ ആരോപിക്കുന്നു. യോഗേന്ദ്ര യാദവിനെ രൂക്ഷമായ ഭാഷയിലാണ് മനീഷ് സിസോദിയ വിമർശിക്കുന്നത്. നവീൻ ജയ് ഹിന്ദുമായുള്ള വ്യക്തിപരമായ തർക്കങ്ങളെ തുടർന്ന് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ യോഗേന്ദ്ര യാദവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് കത്തിൽ ആരോപിക്കുന്നു. ഇത്തരം തർക്കങ്ങളിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ വലിച്ചിഴയ്ക്കാനും ശ്രമമുണ്ടായി എന്ന് സിസോദിയ കുറ്റപ്പെടുത്തി.
രാഷ്ട്രീയ ഗവേഷകൻ എന്ന നിലയിലുള്ള യോഗേന്ദ്ര യാദവിന്റെ വിശ്വാസ്യതയെ കത്തിൽ മനീഷ് സിസോദിയ ചോദ്യം ചെയ്യുന്നു. ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ രാജിവെച്ച ശേഷം യോഗേന്ദ്ര യാദവ് നടത്തിയ സർവേയിൽ ഹരിയാനയിൽ പാർട്ടിക്ക് 23% വോട്ട് ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് കേവലം 3% വോട്ട് മാത്രമാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിന് മറുപടി നൽകണം. എന്നാൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ മറുപടി പറയുന്നതിന് പകരം അരവിന്ദ് കെജ്രിവാൾ പാർട്ടിയിൽ അനിഷേധനായി തുടരുന്നുവെന്ന ആരോപണം ഉയർത്തി ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സിസോദിയ കത്തിൽ കുറ്റപ്പെടുത്തി. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാതെ ഇമെയിലുകൾ അയക്കുന്ന യാദവിന്റെ ലക്ഷ്യം എന്താണെന്ന് സിസോദിയ കത്തിൽ ചോദിക്കുന്നു. പാർട്ടിയെ ഇല്ലാതാക്കലോ, അതോ അരവിന്ദ് കെജ്രിവാളിനെ ഒതുക്കലോ, അതോ നവീൻ ജയ്ഹിന്ദിനെതിരായ യുദ്ധം ജയിക്കലോ? സിസോദിയ ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈ വിഷയം ഇന്ന് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പരിശോധിക്കുന്നു. ആം ആദ്മി പാർട്ടി പ്രതിനിധി അസീസ് ദാസ് പൊന്നാനി, അദ്ദേഹം ദുബായിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ സത്താർ കുന്നിൽ, OICC പ്രതിനിധി LK ശ്രീജിത്ത് എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ അസീസ് ദാസ് പൊന്നാനി, വലിയ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു വന്നതും മുന്നോട്ട് പോയതും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. പല പ്രമുഖരായ നേതാക്കളും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്താണ് ആം ആദ്മി പാർട്ടിക്ക് പറ്റിയത്? ആം ആദ്മി പാർട്ടി ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്. പക്ഷെ ആ പാർട്ടിയിൽ പല ആളുകളും പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ടായേക്കാം ഡൽഹി ഇലക്ഷന് ശേഷം. പക്ഷെ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു പ്രതീക്ഷ തന്നെയാണ് ആം ആദ്മി പാർട്ടി. അതില് ചില സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ വന്ന താമസം, അല്ലെങ്കിൽ പാർട്ടി ഉടലെടുത്ത ഉടനെ തന്നെ ഡൽഹി ഇലക്ഷനെ നേരിടേണ്ടി വന്നു. അതിനുശേഷം ലോക്സഭ തെരഞ്ഞെടുപ്പിന് നേരിടും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ഇഷ്യൂസ് വരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതീക്ഷ ഇന്ന് ആം ആദ്മി പാർട്ടിയിൽ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത തിരിച്ചറിയ തന്നെ ചെയ്യും. താൽക്കാലികമായിട്ട് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിട്ടേക്കാം. അതൊക്കെ പുതുതായി വരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സ്വാഭാവികമായിട്ട് വരുന്ന ചില മാറ്റങ്ങളാണ്. റൈറ്റ്, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ സത്താർ കുന്നിൽ, വെറും താൽക്കാലികം മാത്രമാണോ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പൊട്ടലും ചുറ്റലുകളും? പല പ്രമുഖരായ നേതാക്കളുമാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. മുൻപ് സമരങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം മുൻനിരയിൽ നിന്ന് പാർട്ടിയെ നയിച്ചവർ, അവർ പുറത്തു പോകുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിസന്ധി മാത്രമാണോ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സാഹചര്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വേഗത്തിൽ ഉദിച്ചുയർന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി. ഇന്ത്യയിലെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് മടുപ്പുള്ള ആളുകൾ, ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളോട് യോജിച്ചു നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിന് അതീതമായി ചെന്നിരുന്ന യുവാക്കൾ, എല്ലാ ആളുകളും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമായി രംഗത്ത് വരികയും രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന ആളുകളും വ്യത്യസ്ത ആശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു കാറ്റഗറിസം മുറുകെ പിടിക്കുന്ന ആളുകളായാലും കമ്മ്യൂണിസം മുറുകെ പിടിക്കുന്ന ആളുകളായാലും എക്കണോമിക്കലി വ്യത്യസ്തമായ വീക്ഷണഗതികളുള്ള ആളുകൾ, നിരവധി ആളുകൾ ഒന്നിച്ചുകൂടി ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറുകയും ഡൽഹിയിൽ അതൊരു വൻപിച്ച വിജയമാവുകയും ചെയ്തതിനു ശേഷം ശരിയായ രീതിയിലുള്ള പ്ലാനിംഗ് ഇല്ലാത്തതിന്റെ ഒരു ഫലമാണ് ആം ആദ്മി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യയിലെ പ്രത്യേക ചില സംസ്ഥാനങ്ങൾ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആം ആദ്മിയുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ഗവൺമെന്റിനെതിരെയുള്ള ജനങ്ങളുടെ വികാരത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഇന്ത്യയാകമാനം ആം ആദ്മിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള വളരെ വേഗത്തിലുള്ള ഒരു ശ്രമത്തിന്റെ ഒരു തിരിച്ചടി കൂടിയായിട്ടാണ് നമുക്കിതിനെ വേണം കാണാം. ആം ആദ്മിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അത് നേതാക്കന്മാരുടെ മനോധൈര്യം തോർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഇന്ന് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ആം ആദ്മി എന്നുള്ള വികാരം മുറുകെ പിടിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അരാഷ്ട്രീയമായി ചിന്തിച്ചിരുന്ന വിദ്യാസമ്പന്നരായ യുവാക്കൾ ആം ആദ്മിയുടെ ലക്ഷ്യം മുന്നേറുന്ന ആളുകളാണ്. ആം ആദ്മി പാർട്ടിയിൽ അംഗങ്ങളല്ലെങ്കിലും ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു മുദ്രാവാക്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില കൊഴിഞ്ഞുപോക്കുകൾ ഒന്നെങ്കിൽ ഈ പാർട്ടിയെ ശുദ്ധീകരിച്ചുകൊണ്ട് ആളുകളുടെ വികാരത്തിനൊത്ത് അവർക്കനുസരിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇതോടുകൂടി ആം ആദ്മിയുടെ